ഹായ് എവരി വൺ, വെൽക്കം ടു ദി വുമൺ ഓഫ് ഓണർ സീരീസ്. ഇന്ന് ഒരു പുതിയ ആഴ്ച തുടങ്ങുകയാണല്ലോ. അപ്പോൾ പുതിയ ആഴ്ചയിൽ ആദ്യത്തെ ദിവസം എല്ലാവർക്കും നല്ലൊരു വിഷസ് നേരുന്നു. ഇന്നത്തെ നമ്മളുടെ ദിനചര്യകൾ നോക്കിയാൽ, എസ്പെഷ്യലി സീനിയർ സിറ്റിസൺസ് രാവിലെ എണീറ്റ് ഒരു പോസിറ്റീവ് തോട്ടോടുകൂടി നമ്മൾ എണീക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം മുഴുവനും നന്നായിരിക്കുമെന്നാണ് പറയുന്നത്. കാരണം നമ്മളുടെ ചിന്താഗതികൾക്ക് ആ ഒരു എനർജി, അതുപോലുള്ളൊരു മൂവ് ഉണ്ടാകും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ എല്ലാം ചെയ്യുവാനുള്ളൊരു ഉത്സാഹം. നമ്മൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്യുക. ഇന്ന് ഞാൻ എന്ത് ചെയ്യണം, ഇന്ന് രാവിലത്തെ സമയം എന്ത് ചെയ്യണം, ഉച്ചയ്ക്ക് എന്ത് ചെയ്യണം, അങ്ങനെ പ്ലാൻ ചെയ്ത് മനസ്സിൽ കണക്ക് കൂട്ടുകയാണെങ്കിൽ ഏകദേശം ഒരു നല്ല ശതമാനം സമയവും നമ്മൾ പ്രയോജനപ്പെടുത്തുവാനായിട്ട് സാധിക്കും. ഒരു 20 വർഷം മുൻപ് കാനഡയിൽ വന്നിട്ട് ഞാനിങ്ങനെ വാക്കിംഗ് പോകുമ്പോൾ റോഡിൽ എതിരിൽ വരുന്ന ആൾക്കാർ സീനിയർ സിറ്റിസൺസ് മാത്രമായിരുന്നു. എങ്കിലും അവർ നമ്മളെ ഒരിക്കലും കണ്ടിട്ടില്ലാത്തവരാണെങ്കിലും കാണുമ്പോൾ ഹായ് എന്ന് പറഞ്ഞിട്ട് ഒന്ന് സ്മൈൽ ചെയ്ത് വിഷ് ചെയ്തിട്ട് പോകും. അന്ന് ഞാൻ കരുതി ഈ കാനഡയിൽ പ്രായമായവർ മാത്രമാണല്ലോ നടക്കുന്നത്, വേറെ ആരും നടക്കുന്ന കാണാറില്ല. പാർക്കുകളിൽ പോയാൽ യങ് പീപ്പിൾ നടക്കുന്ന കാണാൻ സാധിക്കും. എങ്കിലും വണ്ടിയിൽ ആണ് എപ്പോഴും അവർ. ഏകദേശം ഇന്നിപ്പോൾ നോക്കുമ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ബാംഗ്ലൂർ നഗരത്തിൽ അതേ സിറ്റുവേഷനാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം നമ്മളൊരു വാക്കിംഗ് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷോപ്പിങ്ങിന് പോകാനൊക്കെ നടന്നു പോവുകയാണെങ്കിൽ ഒരു പ്രായമായവർ മാത്രമാണ് നടക്കാനായിട്ട് വരിക. അതിൽ നമുക്ക് പരിചയക്കാരുണ്ടെങ്കിൽ ഒരു ഹായ് പറയും, അല്ലാത്തവരൊന്നും ഹായ് പറയുന്ന ഒരു സ്വഭാവമില്ല. എന്തായാലും ശരി, നമ്മൾ ഇപ്പോൾ എല്ലാവരും വണ്ടിയെ തന്നെയാണെന്നുള്ള, ചെറിയ കുട്ടി മുതൽ അവർ ഏകദേശം റിട്ടയർ ആകുന്നവരുള്ളവർ വണ്ടിയിൽ തന്നെയാണ്. അത് കഴിഞ്ഞ് നമുക്ക് കാലുകൾക്ക് ബലമില്ല, കാലിന് എക്സസൈസ് ഇല്ല, അതിനായിട്ട് സെപ്പറേറ്റായിട്ട് വാക്കിംഗ് പോകേണ്ട സിറ്റുവേഷനിലാണ് ഉള്ളത്. എന്തായാലും നമ്മളുടെ യുവതലമുറ കുറച്ചുകൂടി ആരോഗ്യത്തെ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. അതേപോലെ തന്നെ സീനിയർ സിറ്റിസൺസും നമുക്ക് ഇത്രയും ആയുസ് ദൈവം തന്നു, അതിന് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ട് ഓരോ ദിവസവും സന്തോഷത്തോടുകൂടി ജീവിക്കുക, സന്തോഷത്തോടെ സമയം സ്പെൻഡ് ചെയ്യുക. നമ്മളുടെ ചെറുതായുള്ള രീതിയിലുള്ള എക്സസൈസുകളൊക്കെ മുടങ്ങാതെ ചെയ്യുക, ആഹാരം കൃത്യമായിട്ട് കഴിക്കുക. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് സൈലൻസ് കീപ്പ് ചെയ്തുകൊണ്ട് നമ്മളുടെ ഈ ചുറ്റുപാടും ഉള്ള പ്രപഞ്ചത്തെ ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ കണ്ണടച്ചിരുന്നു കഴിഞ്ഞാൽ അത് തന്നെ ഒരു ധ്യാനമായി മാറും എന്നുള്ളതാണ്. നമ്മളപ്പോൾ ഒരിക്കലും കേൾക്കാത്തതായ പല ശബ്ദങ്ങളും, പല ചെറിയ പക്ഷികളുടെ ചെറിയ ചീവിടല്ല, അതിനൊക്കെ ഇനിയും ചെറിയതിൻ്റെയൊക്കെ സൗണ്ടുകൾ നമുക്ക് കേൾക്കുവാൻ സാധിക്കും. അങ്ങനെ നമ്മളിലേക്ക് തന്നെ പോകുന്നതായിട്ടുള്ള ഒരു ഫീൽ ഉണ്ടാകുന്നു. നമുക്കൊരു ഫ്രഷ് ഒരു ചിന്ത, ഒരു മനസ്സിന് ഒരു സന്തോഷവും ലഭിക്കുന്നതാണ്. അപ്പോഴും നമ്മൾ അങ്ങനെ ഓരോ ദിവസവും കഴിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. വീണ്ടും ഒരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ബൈ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.